ഇന്തോനേഷ്യയിലെ ബാലിയിലെ യാത്രയിലെ ന്യൂസ പെനിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ ഉള്ള ബോട്ട് യാത്രയും, അതുപോലെ ന്യൂസ പെനിഡ ഐലൻഡിൽ എത്തിയപ്പോടെ ആദ്യം തന്നെ സ്വീകരിച്ച് അവിടെയുള്ള ഒരു കടയിലുണ്ടായിരുന്ന 3 നായക്കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ചതും, പിന്നീട് ന്യൂസ പെനിഡ ഐലൻഡിലൂടെയുള്ള ബോട്ട് യാത്രയിൽ അവിടെ ഇറങ്ങി ആമൻ്റെ ഒരു സൂ ഉണ്ടായിരുന്നു. ആമേൻ്റെ സൂവിലിറങ്ങി അവിടെ വ്യത്യസ്തങ്ങളായ നിരവധി ആമകളുണ്ടായിരുന്നു. വെള്ളത്തിലുള്ള ആമയെ കണ്ടു, ചെറിയ ചെറിയ ആമകളെ കണ്ടു. അതേപോലെ തന്നെ അവിടെ ഒരു വലിയ പെരുമ്പാവിനെ കണ്ടു, വേഴാമ്പലിനെ കണ്ടു, ചീങ്കിണ്ണീനെ കണ്ടു, കുരങ്ങ് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് നായ്ക്കൾ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെയുള്ള എല്ലാം കൊണ്ടും തന്നെ പിന്നെ വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ദ്വീപ്. എല്ലാം ഐലൻഡാണ്. ഐലൻഡിൽ നിന്ന് ഐലൻഡിലേക്കുള്ള എൻ്റെ യാത്രയിലെ ഓരോ നിമിഷങ്ങളും കോർത്തിണക്കിയുള്ള ഇതാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ അതിലൂടെ നടന്നതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞ ന്യൂസ പെനിഡ ഐലൻഡിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. ഇവിടെ പ്രത്യേകിച്ചിട്ടില്ലേ ബോട്ട് റേസിംഗ് ആണ്. ബോട്ടിൻ്റെ എന്താ പറയുക, ഒരുപാട് ബോട്ട് കയറി ഇങ്ങനെ സവാരി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇത് ഞങ്ങൾ ന്യൂസ പെനിഡ ഐലൻഡ് പറഞ്ഞല്ലോ, അവിടെ എത്തിയപ്പോഴൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഇവിടെ ലിക്വിഡൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ അവരുടെ 2 നായക്കുട്ടിയും അതുപോലെ തന്നെ അവിടെ സ്വന്തമായിട്ട് 2 നായക്കുട്ടികളുണ്ട്. അതിൻ്റെ പേര് ഒന്ന് മിനി, ഒന്ന് ജൂലി എന്നാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട് വേറൊരു നായ്ക്കുട്ടിയൊക്കെ കണ്ടു. ഇതാണ് നമ്മളുടെ ഈ പിന്നെ ബസ്സിലാണ് ഞങ്ങൾ എല്ലാ ഐലൻഡിലേക്കും, ഐലൻഡിൽ നിന്ന് കാറും പിന്നെ ബോട്ടും ഒക്കെയുള്ള യാത്ര ചെയ്തത്. അപ്പോൾ ഇത് പിന്നെ ഫ്രണ്ട് സീറ്റിൽ ഞങ്ങളുടെ ഗൈഡ് അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുകയാണ്. അതായത് എന്താണ്, എവിടെ ഓരോ യാത്രയിലും നമുക്ക് ഗൈഡ് ആ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുമല്ലോ. അപ്പോൾ ഗൈഡ് അവിടെ നിന്ന് സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാന്ദ്രനോട് ഒന്ന് വീഡിയോ എടുത്തുതരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. തനി കേരളം തന്നെ, കേരളത്തിലൂടെ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതേ ഒരു അനുഭൂതി തന്നെയാണ് ഇന്തോനേഷ്യയിലെ ബാലിയിലൂടെ ഓരോ യാത്രയും. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പരിചിതമായ പല പല സ്ഥലങ്ങൾ കാണുമ്പോൾ ഓരോ സ്ഥലങ്ങളും, കേരളത്തിലെ ഓരോ സ്ഥലങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തലശ്ശേരിയിലെ സൈതാരവള്ളി, താഴെ ചൊവ്വ സ്ഥലം, അങ്ങനെയൊക്കെ. ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലുകളിൽ ഒരു ഹോട്ടലാണിത്. അവിടെ വെച്ചെടുത്തൊരു ഷൂട്ടാണിത്.